2026 പുലരുന്നത് വരെ ഈ സംപ്രേഷണം തുടരും അല്ലേ? 12:30 വരെയൊക്കെ നമ്മൾ പൊളിക്കില്ലേ? പൊളിക്കുമ്പോ നമ്മുടെ റസീം കല്ലറ സൗദി അറേബ്യയിൽ നിന്ന് ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിരിക്കുന്നു. സൗദി അറേബ്യയിൽ മാത്രമല്ല എല്ലാ ഇടങ്ങളിലും നിന്ന് കാണുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അല്ലേ ഒരു ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ന്യൂ ഇയർ ബ്ലാസ്റ്റ് 2026 എന്ന് പറഞ്ഞാലോ? 1 2 3 ന്യൂ ഇയർ ബ്ലാസ്റ്റ് 2026. പലരും പാളുന്നു, നമ്മളും പാളി. അതിന്റെ ഇടയിൽ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, ഇവിടെ ഇങ്ങനെ ഈ സാധനം ഉണ്ടല്ലോ, സാധനത്തെ കുറിച്ചാ പറയുന്നത്? ഇപ്പൊ കത്തിയ സാധനം ഒന്നുകൂടെ കത്തിക്കാൻ പറ്റുമോ? അതുവരെ പിച്ച് ഔട്ട് ആയിട്ടാ പറയുന്നത്. എനിക്ക് അത് നമുക്ക് 12 മണിയാകുമ്പോ കൈ കിട്ടുമോ? കിട്ടും, അത് കിട്ടും, കത്തിക്കാൻ കൈ കിട്ടും. അതുകൊണ്ട് പറയും. ഷാജി പൊയ്കൽ പറയുന്നു, അതായത് 24-ല് 2026 ചുക്ക് കാപ്പി കച്ചവടം ഉണ്ടെങ്കിൽ അത് കൊടുക്കണം, പുള്ളിക്ക് കൊടുക്കണം 2026 സാധ്യത ഉണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ലാഷ്മി നമുക്കൊന്ന് ശ്രമിച്ചു പോകാം. ചുക്കാപ്പി ഷാജി പൊയ്കൽ വീട്ടിൽ പഠിക്കൂ അല്ലേ? പഠിച്ചിട്ട് വരൂ. 2026 നമ്മൾ ഇന്റർവ്യൂ ചെയ്യും. ചുക്ക് കാപ്പി നന്നായിട്ട് പറയുന്നുണ്ടെങ്കിൽ ആഷ്മി ഒന്ന് അറ്റംപ്റ്റ് ചെയ്യൂ. ചുക്കാപ്പി നമ്മുടെ മേക്കന്മാർ ഷാജി എന്തൊരു ജന്മമാണെന്നറിയോ അത്? ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് NGO കോട്ടേഴ്സിലെ കൂരായണമുണ്ട്, കൂരായണമില്ലാതെ കൃഷ്ണ ചെറിയാനുമുണ്ട്. ശ്രീനിത ചെറിയാനും ചേരുന്നു. ഗുഡ് ഈവനിങ് കൃഷ്ണ ആൻഡ് ശ്രീനിത കൃഷ്ണൻ. ഒരുപാട് സന്തോഷത്തോടെ എനിക്ക് ഇംഗ്ലീഷ് തലയിൽ ഒന്നുമില്ലാന്നാ ഞാൻ വിചാരിച്ചത്. അതല്ലെന്ന് ഇപ്പൊ മനസ്സിലായി. എന്തൊക്കെയുണ്ട്? എന്താ കൃഷ്ണ പറയൂ. ഇത് ലൈറ്റിംഗ് കിരീടമാണ്, മൊത്തം കളറാണ്, മൊത്തം ലൈറ്റ് ആണ്. അപ്പൊ വരുന്ന ഇയർ മൊത്തം കളറാക്കാൻ പോവാണെന്നാണ് ഇതിന്റെ അർത്ഥം അല്ലേ ചേച്ചി? അതിനൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ കാലം ഇങ്ങനെ ഉരുണ്ട് 21, 22, 23, 24, 25 പോയിട്ടും വേറെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉരുളാതെ നമ്മുടെ 24-നൊപ്പം നിൽക്കുന്ന എല്ലാ 24-ന്റെ പ്രേക്ഷകർക്കും ഹാപ്പി ന്യൂ ഇയർ. അവരില്ലാതെ നമുക്ക് ഒരു കാര്യവുമില്ല. അപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് NGO ക്വാർട്ടേഴ്സിലാണ്. ഞങ്ങളുടെ പിന്നിൽ ഒരു പാപ്പാഞ്ഞിയെ കാണാം. 12 മണി എന്ന് പറയുന്ന സമയത്ത് ഈ പാപ്പാഞ്ഞിയെ നമ്മൾ കത്തിക്കുന്നതാണ്. ഇവിടെ സമീക്ഷയുടെ നേതൃത്വത്തിലുള്ള പൊതുപരിപാടികൾ ഇങ്ങനെ നടക്കുകയാണ്. വലിയൊരു ജനക്കൂട്ടം ഇവിടെ ഉണ്ട് അല്ലേ? ഇവിടെ ഭയങ്കര വൈബാണ് കേട്ടോ. വൈബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലല്ലോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാലേ ന്യൂ ഇയറിന്റെ ആ ഒരു വൈബ് കിട്ടുള്ളൂ. പിന്നെ ഇവിടുത്തെ പാപ്പാഞ്ഞിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ മോശം ഉണ്ടാ. കാരണം ഈ പാപ്പാഞ്ഞിയുടെ മുഖം വെച്ചിട്ട് കുറെ വിവാദങ്ങളും കുറെ ട്രോളുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഹരി കാണിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് കാണിക്കട്ടോ. അതായത് ഇവിടുത്തെ പാപ്പാഞ്ഞിയുടെ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ ചുച്ചിരു ചുക്കുടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊഞ്ചിക്കാൻ തോന്നും. അതുപോലത്തെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു പാപ്പാഞ്ഞിയാണ്. അപ്പൊ 12 മണിക്ക് പാപ്പാഞ്ഞിനെ കത്തിക്കും. അതിനു മുമ്പായിട്ട് ഇവിടെ ഭയങ്കര അടിപൊളി പാട്ട്, ഡാൻസ്, കൂത്ത്, അങ്ങനെ അടിപൊളി പരിപാടികളുണ്ട്. അപ്പൊ ഇത് ഒരു IT നഗരാണല്ലോ. നമ്മളെ ഇവിടേക്ക് യുവത്വം അങ്ങോട്ട് ഒഴുകിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും യുവാക്കൾ മാത്രമേ ഉള്ളൂ. അല്ല, പ്രായഭേദ വ്യത്യാസം പിന്നെ കുഞ്ഞു പിള്ളേർ തൊട്ടിട്ട് അപ്പൂപ്പന്മാര് വരെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നിട്ടുണ്ട് അല്ലേ? ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കടന്നുപോയി കൂടാന്നൊന്നും ആളിന് മനസ്സിലായില്ല. നമുക്ക് ഈ ചുറ്റുപാടുള്ള മനുഷ്യരുടെ വൈബിൽ ഇങ്ങനെ പരിപാടികളൊക്കെ അല്പസമയത്ത് കലാപരിപാടികളുണ്ടാവും. കഴിഞ്ഞ വർഷത്തെ എല്ലാ തിന്മകളെയും നമ്മൾ ഈ പാപ്പാഞ്ഞിയായിട്ട് സങ്കല്പിച്ച് ഈ ഗ്രാൻഡ് ഓൾഡ് മാനായി സങ്കല്പിച്ച് ഇവിടെ നമ്മൾ കത്തിച്ച് പുറംകാലിൽ ചവിട്ടുന്നതിന് മുന്നേ നമുക്ക് ഇവിടുത്തെ ആൾക്കാരെടുത്ത് ചോദിക്കും, ഹലോ ഹാപ്പി ന്യൂ ഇയർ. വീട് പെരുമ്പാവൂര് ഇങ്ങോട്ട് വന്നു. ജോലിയാണത്, ഓഫീസ് അടപ്പള്ളിയിലാണ്. കിടു പ്രോഗ്രാമാണ്. 1 മണി 1:30 2 മണിയൊക്കെ ആകുമ്പോഴേക്ക് പോകുള്ളൂ. കഴിഞ്ഞ വർഷം എങ്ങനെയുണ്ടായിരുന്നു? എന്നും പറഞ്ഞിട്ട് എന്നോട് ഒന്നും ചോദിക്കരുത്. ഈ പറഞ്ഞ പോലെ ഇതിനു മുമ്പ് നമ്മുടെ ചിത്രത്തിൽ മറ്റേ രഞ്ജിനി പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. ആദ്യം കാർണിവലുണ്ടെന്ന് പറയുമ്പോ അയാളെ കൂടെ വിളിച്ചു. അതെല്ലാരും വൈബാണ് കേട്ടോ. എവിടെ നോക്കിയാലും ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ഇവരടുത്ത് സംസാരിക്കുമ്പോ തന്നെ സന്തോഷമായിരിക്കും. ഹലോ ഫോട്ടോച്ചിൽ ഭയങ്കര തമ്മനം അതാണ് ഈ സമയം.
ഓക്കെ ഓക്കെ താങ്ക് യു കൃഷ്ണ, താങ്ക് യു ശ്രീത കൃഷ്ണൻ. പുരാണക്കാരിയുടെ പ്രകടനമാണ് കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.